കീം 2024 കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 2024 കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ഏകദേശം ഒരു 22ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെഷനിൽ 4 ക്വസ്റ്റ്യൻ വീതം, 4-5 ക്വസ്റ്റ്യൻ വീതമാണ് ഒരു സെഷനിൽ വന്നത്. കമ്പാരിറ്റീവ്ലി ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. NCERT കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ചെയ്യാം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസിലൊക്കെ 1-2 അഡീഷണൽ പോയിൻറ്റ്സോടെ അറിയാമെങ്കിൽ, കാരണം NCERTയിൽ വളരെ കുറച്ച് കാര്യങ്ങളല്ലേ ഉള്ളൂ, എക്സസൈസിന് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ കൺസെപ്റ്റുകൾ, ഫോർമുലാസ് ഒക്കെ അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിയൽ പാർട്ട് ഓഫ് ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് കണ്ടുപിടിക്കാനാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും കോംപ്ലക്സ് നമ്പർ a+ib എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റണം, റിയൽ പ്ലസ് ഇമാജിനറി. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്ന് വന്നാൽ എന്ത് ചെയ്യണം? കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ ടൈം എടുത്താൽ 1+i ബൈ 1 - i. ഈ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് 1+i വരും. അതുകൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ന്യൂമറേറ്ററിൽ ഹോൾ സ്ക്വയർ വരും. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് 1+i കൊണ്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്ത ടൈമിൽ ഞാൻ അത് തന്നെ ചെയ്യുന്നു. 2+i ബൈ 2 - i. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് വരുന്നത് 2+i ആണ്. അതുകൊണ്ട് നിങ്ങൾ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്റർ ഹോൾ സ്ക്വയർ എന്ന് വരും. പിന്നെ കോംപ്ലക്സ് നമ്പറിൽ ഒരു കാര്യം ഓർത്തിരുന്നാൽ നന്നായിരിക്കും, a+ib ഇൻറ്റു a-ib എന്ന് പറഞ്ഞാൽ a² + b² ആയിരിക്കും. a² + b². സാധാരണ a+b ഇൻറ്റു a-b a² - b² ആണ് വരുന്നത്. ഇവിടെ -b² വരും, പക്ഷെ i വരുന്നത് കൊണ്ട് a² + b² എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ടൈം വരുന്നത് 1 + 2i + i². i² എന്ന് പറയുന്നത് -1 ആണ്, അത് കട്ടായി പോവും. ഡിനോമിനേറ്റർ a+b ഇൻറ്റു a-b എന്ന് പറയുമ്പോൾ a² + b². അപ്പോൾ 1² + 1² വരും. കാരണം b എന്ന് പറയുന്നത് 1 ആണ്. ഐയുടെ കൂടെ നിൽക്കുന്ന ടൈമായിട്ട് b, ഐയുടെ കൂടെ ഇവിടെ 1 ആണ്. ഇൻറ്റു ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 4i + i² ബൈ a+ib ഇൻറ്റു a-ib എന്ന് പറഞ്ഞാൽ a², ദാറ്റ് ഈസ് 4 + b² എന്ന് പറഞ്ഞാൽ 1 കിട്ടും. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ i², 1 കട്ടായി പോകും. i² -1 ആണ്, അത് കട്ടായി പോയിട്ട് 2i ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇൻറ്റു ഇവിടെ 4 - 1 വരും. i² -1 ആണ്, 4 - 1 3 വരും. പ്ലസ് 4i ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. ഈ i കൊണ്ട് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ i ഇൻറ്റു i² വരും. അപ്പോൾ 3i - 4/5 എന്ന് വരും. ഓക്കെ, i ഇൻറ്റു 3i വരും. i ഇൻറ്റു 4i എന്ന് പറഞ്ഞാൽ i² വരും, i² -1 വരും. സോ ആൻസർ കിട്ടുന്നത് -4/5, ഓപ്ഷൻ ഡി കിട്ടും. റിയൽ പാർട്ടാണ് ചോദിച്ചിരിക്കുന്നത്. റിയൽ എന്ന് പറയുമ്പോൾ i ഇല്ലാത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ. അറിയാവുന്നവർക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ പെട്ടെന്ന് എഴുതാവുന്നേ ഉള്ളൂ. 1+i ഹോൾ സ്ക്വയർ 2i എന്നും, ചിലരൊക്കെ അത് ബൈഹാർട്ട് ഓർത്തിരിക്കും. 1+i ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2i. അതുപോലെ 1 - i ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -2i. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, z be a non-zero complex number such that z is equal to 16/z bar, then locus of z. Locus എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് പോയിന്റ്സ് വിച്ച് സാറ്റിസ്ഫൈ സം സർട്ടൻ കണ്ടീഷൻ. അതായത് എക്സിലും വൈയിലും ഒരു ഇക്വേഷൻ എഴുതുക, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എക്സിലും വൈയിലും ഒരു ഇക്വേഷൻ എഴുതുക. അപ്പോൾ ആ ഇക്വേഷൻ എഴുതുക എന്ന് പറയാൻ കാരണം, അപ്പോൾ എക്സും വൈയും ഇൻഫിനിറ്റ്ലി മെനി പോയിന്റിലൂടെ പാസ് ചെയ്യും, പക്ഷെ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുക,
ഇസഡ് സീക്വൽ ടു 16/z ബാർ എന്നാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ എന്ന് പറയുന്നത് 16 ആയിരിക്കും. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് വരും. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് സ്ക്വയർ വരും. മോഡ് ഇസഡ് സ്ക്വയർ 60. അത് റിസൾട്ടാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട റിസൾട്ടാണ്. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈക്വൽ ടു മോഡ് ഇസഡ് സ്ക്വയർ എന്നുള്ള റിസൾട്ട് നിങ്ങൾ പഠിച്ചോളൂ. പല പ്രോബ്ലത്തിലും പല സ്റ്റെപ്പിലും ആവശ്യപ്പെടുന്നു. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈക്വൽ ടു മോഡുലസിൻ്റെ പ്രോപ്പർട്ടിയിൽ പഠിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നവരിങ്ങനെ കുറേ പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രോപ്പർട്ടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ, ഇസഡ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇസഡ് ബാർ എക്സ് മൈനസ് ഐ വൈ ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു എന്നേ ഉള്ളൂ. സി, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ എന്നെടുത്താൽ മോഡ് ഇസഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിൻ്റെ സ്ക്വയർ എടുത്താലോ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താ? ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് 4. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ റേഡിയസ് 4. ഓപ്ഷൻ ഏത് മാർക്ക് ചെയ്യാം? ഓപ്ഷൻ ഇ, എ സർക്കിൾ വിത്ത് സെൻറ്റർ അറ്റ് ഒറിജിൻ. ഇത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇനി സർക്കിൾ റേഡിയസ് 4 അത് പറയാൻ പറ്റില്ല, കറക്റ്റായിട്ട് അതിൻ്റെ ഒറിജിനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 തന്നിട്ടുണ്ട്. 1 പ്ലസ് എ മൈനസ് ഐ ബി ബൈ 1 പ്ലസ് എ പ്ലസ് ഐ ബി കണ്ടുപിടിക്കണം. ഇതും ഈ പറഞ്ഞതുപോലെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. മറ്റൊന്നുമല്ല, നിങ്ങൾ ഈ എ പ്ലസ് ഐ ബി എന്ന് പറയുന്നതിനെ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എടുക്കുന്നു. പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നതാണ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇങ്ങനെ എടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അവർ 1 തന്നിട്ടുണ്ട്. അപ്പോൾ എക്ക് കോസ് തീറ്റയും ബിക്ക് സൈൻ സ്ക്വയറും കൊടുത്താൽ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് നമ്മുടെ ഈ പ്രോബ്ലം കുറച്ചുകൂടെ എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 1 പ്ലസ് എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റാണ്. അപ്പം ഇതിനെ ഞാൻ ഇസഡ് എന്ന് വിളിച്ചു എന്നിരിക്കട്ടെ. ഇതിനെ ഇസഡ് എന്ന് വിളിച്ചാൽ എൻ്റെ കോംപ്ലക്സ് നമ്പറിനെ എനിക്ക് 1 പ്ലസ് ഇസഡ് ബാർ ബൈ 1 പ്ലസ് ഇസഡ് എന്ന് എഴുതാം. കാരണം എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഞ്ചുഗേറ്റാണ്, കോഞ്ചുഗേറ്റ്. അപ്പോൾ അത് ഇസഡ് ബാർ വരും. താഴെ എ പ്ലസ് ഐ ബി എഴുതി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എഴുതാൻ പോവുകയാണ്. ഇതിനകത്ത് ഈ കോംപ്ലക്സ് നമ്പറിൽ മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. കാരണം മോഡ് ഇസഡ് എന്താ? മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ റൂട്ടാണ്, അത് 1 ആണ്. അപ്പോൾ മോഡ് ഇസഡ് സ്ക്വയർ എടുത്താലും 1 ആണ്. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ റിയലിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറിയുടെ സ്ക്വയർ. അപ്പോൾ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്. മോഡ് ഇസഡ് സ്ക്വയർ 1 ആണ്. തൊട്ട് മുൻപ് അപ്ലൈ ചെയ്ത റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡ് ഇസഡ് സ്ക്വയർ എന്തിന് ഈക്വൽ ആണ്? ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ ഈക്വൽ ടു 1 എന്നെഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ആൻസറായി. നോക്കൂ, ഈ ന്യൂമറേറ്ററിലെ 1ന് പകരം ഞാൻ ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ എന്ന് റീപ്ലേസ് ചെയ്യുന്നു. ഇൻറ്റു ഇസഡ് ബാർ ബൈ 1 പ്ലസ് ഇസഡ് എന്നെഴുതുന്നു. ന്യൂമറേറ്ററിൽ 1ന് പകരം ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ എഴുതുന്നു. ഇസഡ് ബാർ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇസഡ് പ്ലസ് 1 ബൈ 1 പ്ലസ് ഇസഡ് എന്ന് കിട്ടുന്നു. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ഇസഡ് ബാർ എന്ന് കിട്ടും. ഇസഡ് ബാർ എന്താണെന്നാണ് പറഞ്ഞത്? ഇസഡ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഇസഡ് ബാർ എന്ന് പറയുന്നത് എ മൈനസ് ഐ ബി ആയിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് എ മൈനസ് ഐ ബി, ഓപ്ഷൻ എ കിട്ടും. അപ്പോൾ ഈ ഒരു പോളാർ റെപ്രസെൻറ്റേഷൻ അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സാധാരണ രീതി ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് 1 പ്ലസ് എ മൈനസ് ഐ ബി, അത് കുറേ സമയം എടുക്കും. അതിൽ എളുപ്പം ഇപ്പോഴും ഇതാണ്. ഞാൻ ഈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് എടുക്കാൻ കാരണം ഇതാണ്. ഇപ്പം അങ്ങനെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല.
എ പ്ലസ് ഐ ബി ഇസ് ഈക്വൽ ടു ഇസഡ് എന്ന് എടുക്കുന്നു. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 ആയതുകൊണ്ട് കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എടുത്തിപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ വേണ്ടാന്ന് വയ്ക്കാം. ഇതിന് മാത്രമേ ഇസഡ് എന്ന് വിളിച്ചോളൂ. എ പ്ലസ് ഐ ബിക്ക് പകരം നിങ്ങൾ ഇസഡ് എന്ന് വിളിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എ മൈനസ് ഐ ബി ആണ്. ഇസഡ് മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 1 എന്ന് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് ചെയ്തു. ഓക്കെ, അവിടെയും ഈ റിസൾട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ട വന്നു കേട്ടോ. ഏത് മോഡ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻറ്റു ഇസഡ് ബാർ. അത് അപ്ലൈ ചെയ്യേണ്ട കുറേ അധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ശരിക്കും പഠിച്ചോളൂ. കോസ് തീറ്റയും സൈൻ തീറ്റയും പറ്റുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അതും മോഡുലസിന്റെ ഒരു ഇത് ശരിക്കും ഹോൾ റേഷ്യോ 2024 കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് അങ്ങനെ ചോദിച്ചു. ഈ വർഷമാണ് ഈ 2025 വന്നതിന്. എന്തായാലും എക്സ്പാൻഡ് ചെയ്ത് ചെയ്യൽ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു റിസൾട്ട് ഉണ്ട് കോംപ്ലക്സ് നമ്പറിൽ. ഏതാണെന്നറിയാമോ? മോഡ് ഓഫ് ഇസഡ് റേസ് ടു എൻ എന്ന് പറയുന്നതും മോഡ് ഇസഡ് റേസ് ടു എൻ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ്. ഇസഡ് റേസ് ടു എന്നിന്റെ മോഡുലസ് എടുത്താലും ഹോൾ മോഡുലസിന്റെ പവർ എടുത്താലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ക്വസ്റ്റ്യനെ 1 പ്ലസ് ഐ 1/√2 പ്ലസ് i/√2 എന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഹോൾ റേസ് ടു 2024 എന്ന് എഴുതുന്നു. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഈ പവർ ഔട്ട് സൈഡ് കൊണ്ടുവന്നു. ഇത് മോഡുലസ് നിങ്ങൾക്ക് അറിയാം. റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ അപ്പോൾ 1/2 വരും. ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ അപ്പോഴും 1/2 വരും. ശരിയല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 2/2 1 കിട്ടും. 2/2 1 ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? റൂട്ട് ഓഫ് 2/2 വിച്ച് ഈസ് 1 റേസ് ടു 2024 ദാറ്റ് ഈസ് 1 ഇറ്റ്സെൽഫ്. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. അതായത് പവർ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരുന്ന സമയം അല്ലാതെ ചെയ്താലും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഒക്കെ കണ്ടിട്ട് ചെയ്താലും പ്രശ്നമില്ല. അതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ, സിഗ്മ n ഈക്വൽ ടു 1 to 24. സിഗ്മ എന്നുള്ള എക്സ്പാൻഷനിൽ ഒരു ചെറിയ റിസൾട്ട് ഉണ്ട്. നമുക്ക് ഈ സിഗ്മ സം ഒക്കെ വരുമ്പോൾ അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാം. n ഈക്വൽ ടു 1 to 24 i റൈസ് ടു n പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to 24 i റൈസ് ടു n പ്ലസ് 1 which is equal to sigma n equal to 1 to 24 i raised to n plus sigma n equal to 1 to 24 i raised to n plus 1. ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ i raised to 1 plus i raised to 2 plus i raised to 3 etc. up to i raised to 24 plus അടുത്ത ടൈം i raised to 2 plus i raised to 3 etc. up to i raised to 25. ഓക്കെ അല്ലേ? സിഗ്മ ബ്രാക്കറ്റിനകത്തേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ഓരോന്നും എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. ഇതിനകത്തുനിന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ i raised to 4 consecutive powers of sum of 4 consecutive powers 0. i raised to n plus i raised to n plus 1 plus i raised to n plus 2 plus i raised to n plus 3. 4 കോൺസിക്യൂട്ടീവ് പവേഴ്സിന്റെ സം 0 ആയിരിക്കും. ഏത് വേണമെങ്കിൽ എടുത്തോ, എവിടെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തോ. i raised to 10 സ്റ്റാർട്ട് ചെയ്താൽ 10 11 12 13 കോൺസിക്യൂട്ടീവ് ആയിരിക്കണമെന്നേ ഉള്ളൂ. തുടർച്ചയായ 4 ആയിരിക്കണം. എവിടെ സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അത് 0 ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ 1 മുതൽ 4 വരെ 0 ആയി പോകും. പിന്നെ 5 മുതൽ 8 വരെ 0 ആയി പോകും. 5 6 7 8 അങ്ങനെ ഇതെല്ലാം 4ന്റെ മൾട്ടിപ്പിൾസാണ് വരുന്നത്. 5 മുതൽ 8 വരെ 9 മുതൽ 12 വരെ അങ്ങനെ 0 ആയി പോയി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് 0 വരും. ലാസ്റ്റ് വരുന്നത് 21 22 23 24 അത് 0 വരും. അത് തന്നെ ഇവിടെ സംഭവിക്കും. ഇവിടെ ലാസ്റ്റ് 25 വരുന്നത്. അത് പ്രശ്നമില്ല, കാരണം ഇവിടെ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ i സ്ക്വയർ i ക്യൂബ് i റേസ് ടു 4 i റേസ് ടു 5 വരെ 0 ആവും. പിന്നെ i റേസ് ടു 6 മുതൽ 10 വരെ 0 ആവും അല്ലേ? 6 7 8 9 വരെ 0 ആവും. അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ i റേസ് ടു 25 വരെ വരുമ്പോൾ മനസ്സിലായില്ലേ? ഇവിടെ i റേസ് ടു 1 തുടങ്ങി 24 വരെ വരുമ്പോൾ കറക്റ്റ് 4 വീതം ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവിടെ ഇതുപോലെ തന്നെ ഇവിടെ
i²ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ i⁻25 വരെയുണ്ട്. അവിടെ 4 വീതം ഡിവൈഡ് ചെയ്തു. 0 + 0 ഓപ്ഷൻ ഡി. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ട്രിഗണോമെട്രിയുടെ കൺസെപ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ വെച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് ചെയ്യാം. എന്തായിരുന്നു ഐഡിയ എന്ന് വെച്ചാൽ, ഇസഡ് എന്ന് വിളിക്കുന്നു. എന്തിനാണ്? ഇസഡ് ഈക്വൽ ടു കോസ് π/5 പ്ലസ് ഐ സൈൻ π/5. ഇതിന് പകരം കോസ് ഇസഡ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്തായി? 1 + z/1 + z ബാർ എന്ന് കിട്ടി. താഴെ കണ്ടില്ലേ? കോസ് π/5 മൈനസ് ഐ സൈൻ π/5 1 + z/1 + z ബാർ എന്ന് കിട്ടി. ഇനി ഇവിടെ അതേ പ്രോപ്പർട്ടി തന്നെ വരും. ഇവിടെ മോഡ് z² എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം എന്താ? മോഡുലസ് ഓഫ് z എന്ന് പറഞ്ഞാൽ cos² π/5 പ്ലസ് sin² π/5 എന്ന് വരും. മോഡുലസ് എന്ന് പറയുമ്പോൾ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് കോസ് ആണ്, ഇമാജിനറി പാർട്ട് സൈൻ ആണ്. ആൻസർ 1 കിട്ടും. ഇതിനകത്തുനിന്ന് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞ റിസൾട്ട് z ഇൻറ്റു z ബാർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ആ 1ന് പകരം മാറ്റം വരുത്തുന്നു. ഈ ഫസ്റ്റ് 1ന് പകരം z ഇൻറ്റു z ബാർ എന്ന് എഴുതി, പ്ലസ് z/1 + z ബാർ എന്ന് എഴുതുന്നു. ന്യൂമറേറ്ററിൽ നിന്ന് z ഔട്ട്സൈഡ് എടുത്താൽ z ബാർ പ്ലസ് 1/1 + z ബാർ എന്നെടുക്കുന്നു. ന്യൂമറേറ്ററിൽ നിന്ന് z ഔട്ട്സൈഡ് എടുത്താൽ z ബാർ പ്ലസ് 1/1 + z ബാർ എന്നെടുക്കുന്നു. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുന്നു. ആൻസർ ഈക്വൽ ടു z എന്ന് കിട്ടുന്നു. z എന്താണ്? z ഈസ് കോസ് π/5 പ്ലസ് ഐ സൈൻ π/5. ഓപ്ഷൻ എ കിട്ടും. അല്ലാതെ ട്രിഗണോമെട്രിയുടെ ഒക്കെ വാല്യൂ ഒക്കെ എഴുതി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ ജെ ക്വസ്റ്റ്യനിലൊക്കെ ഏതെങ്കിലും സ്റ്റെപ്പിലൊക്കെ ചുമ്മാ അപ്ലൈ ചെയ്യുന്നതാണ്. 2023 ഈ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ ലെവൽ കൂടും, ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്യേണ്ട സ്റ്റെപ്പുകളൊക്കെ കൂടും. പക്ഷെ അതിനകത്തൊരു ചെറിയ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ z is a complex number of unit modulus. യൂണിറ്റ് മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡ് z1 ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. മോഡ് z1 ആദ്യം ചെയ്തതുപോലെ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ. മോഡ് z1 ആണെങ്കിൽ z ഇൻറ്റു z ബാർ ഈക്വൽ ടു 1 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ മോഡ് z1 ആണെങ്കിൽ സ്ക്വയർ എടുത്താലും 1 തന്നെയല്ലേ. മോഡ് z² z ഇൻറ്റു z ബാർ എന്ന് എഴുതാം. അപ്പോൾ വീണ്ടും z ഇൻറ്റു z ബാർ പ്ലസ് z ഇൻറ്റു z ബാർ പ്ലസ് z ബാർ. ന്യൂമറേറ്ററിൽ നിന്ന് z പുറത്തേക്ക് എടുത്തു. അപ്പോൾ z ബാർ പ്ലസ് 1 വരും. അല്ല, ഒരു സ്ഥലത്ത് മാറ്റിയാൽ മതി, എല്ലായിടത്തും മാറ്റണം. ഇവിടെ 1 കിട്ടി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇപ്പോൾ കുറേ ആയിട്ടോ. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ ഇട്ടു അല്ലേ. 1 + z ബാർ. ഇത് രണ്ടും ക്യാൻസൽ ആവുന്നു. 1 + z ബാർ ക്യാൻസൽ ആവുന്നു. മോഡ് z കിട്ടുന്നു. മോഡ് z എന്താ അല്ലേ? ഈ രണ്ട് ടേമുകൾ ക്യാൻസൽ ആയി പോകുന്നു. വി ഗെറ്റ് മോഡ് z. മോഡ് z എന്ന് പറയുന്നത് 1 ആണ്. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബോക്സ്. യൂണിമോഡലാണ്. യൂണിറ്റ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകിൽ സ്റ്റാൻഡേർഡ് ഫോമിലാക്കുക. ഇതിന്റെ മോഡുലസ് ഒന്നും അവർ ചോദിച്ചിട്ടില്ല. നേരത്തെ ടൈപ്പ് 2024 വന്ന ക്വസ്റ്റ്യനിൽ മോഡുലസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് എളുപ്പമായിരുന്നു. ഇവിടെ മോഡുലസ് ചോദിച്ചിട്ടില്ല. നമുക്ക് ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കിക്കാം. 10i ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2 × 3 6 കിട്ടും. -i ഇൻറ്റു -i എന്ന് പറഞ്ഞാൽ പ്ലസ് i² കിട്ടും. അത് -1 വരും. ഇതാണ് റിയൽ പാർട്ട്. കോംപ്ലക്സ് നമ്പറിൽ എപ്പോഴും റിയൽ അടുത്ത് എഴുതണം. ബ്രാക്കറ്റ് 1/1 ആയിട്ട് ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. 2 × 3 6 വരും. i × i മൈനസ് i² വരും. പക്ഷെ മൈനസിൻ്റെ മൈനസ് പ്ലസ് വന്നതുകൊണ്ട് പ്ലസ് i². i² -1 ആണ്. അങ്ങനെ കിട്ടി. പിന്നെ ഐയുടെ ടൈം വരുന്നത് എങ്ങനെയാണ്? 3 × -i 2 × -i. അപ്പോൾ -5i കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 6 - 1 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. ഞാൻ ആ 5 കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ 1 - i ഹോൾ റൈസ് ടു 10 അല്ല പവർ 10i വരും. 5 ഇത് കട്ട് ചെയ്ത് പോയിട്ട് 2 കിട്ടും. ഇനി നമുക്കൊന്ന് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 2i × 1 + i
ഡിനോമിനേറ്റർ 1 മൈനസ് ഐ ആണ്, അതിൻ്റെ കോഞ്ചുഗേറ്റ് 1 പ്ലസ് ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്റർ 1 മൈനസ് ഐ ആണ്, അതിൻ്റെ കോഞ്ചുഗേറ്റ് 1 പ്ലസ് ഐ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2i ഇൻറ്റു 1 പ്ലസ് ഐ ബൈ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വരും. ദ ഹോൾ റൈസ് ടു 2024 എന്ന് വരും. ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 വരും. 2 കട്ടായി പോകുന്നു, 2 ക്യാൻസലായി പോകും. അപ്പോൾ എന്ത് കിട്ടും? 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ 2 കിട്ടും. 2 ക്യാൻസലായി പോകുന്നു. ന്യൂമറേറ്റർ വരുന്നത് ഐ മൈനസ് ഐ സ്ക്വയർ ഓൾ റൈസ് ടു 2024. ദ വാല്യൂ ഓഫ് ഇപ്പം നമുക്ക് ഐ കൊണ്ട് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇത് കട്ടായി പോയിട്ട് ഐ റൈസ് ടു 2024 ഇൻറ്റു 1 പ്ലസ് ഐ റൈസ് ടു 2024 എന്ന് എഴുതാം. ഐ റൈസ് ടു 2024 1 ആണ് കേട്ടോ. കാരണം എന്താ? റീസൺ ഐ റൈസ് ടു മൾട്ടിപ്പിൾസ് ഓഫ് 4, 2024 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്, അത് 1 ആയി പോകും. ഇനി 1 പ്ലസ് ഐ റൈസ് ടു 2024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1012 അല്ലേ. 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 1 പ്ലസ് ഐ ഹോൾ സ്ക്വയർ ഞാൻ നേരത്തെ പറഞ്ഞതാണ് 2i എന്ന് വരും. 2i അതെങ്ങനെയാ വരിക? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 1 പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ വരും. 1 പ്ലസ് 2i പ്ലസ് ഐ സ്ക്വയർ വരും. ഐ സ്ക്വയറും 1ഉം കട്ടായി പോകും. ഒന്ന് 1 മറ്റത് -1 കട്ടായി പോകും. അപ്പോൾ 2i വരും. 2i ഹോൾ റൈസ് ടു 1012. ഇത് വീണ്ടും 1012 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. ലാസ്റ്റ് 2 ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 4 ആണെങ്കിൽ ആ നമ്പർ 4ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഐ റൈസ് ടു മൾട്ടിപ്പിൾസ് ഓഫ് 4 എപ്പോഴും 1 ആണ്. ഐ റൈസ് ടു മൾട്ടിപ്പിൾസ് ഓഫ് 4 എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ആൻസർ എന്താ വരും? 2 റൈസ് ടു 1012 വരും. ഓപ്ഷൻ ബി കിട്ടും. 2 റൈസ് ടു 1012 ഓപ്ഷൻ ബോക്സ് കിട്ടും. 2 റൈസ് ടു 1012 ഓപ്ഷൻ ബോക്സ് കിട്ടും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് ആൽഫ ഫോർ വിച്ച് the complex number 2 minus alpha I by alpha minus I is purely imaginary. ഇതൊരു purely imaginary നമ്പർ ആയിരിക്കും. purely imaginary എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് 0 ആയിരിക്കും. അതാണ് purely imaginary നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. A complex number is purely imaginary means its real part is 0. Its real part is 0. അപ്പോൾ നമ്മളിത് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 2 മൈനസ് ആൽഫ ഐ ബൈ ആൽഫ മൈനസ് ഐ, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് ആൽഫ പ്ലസ് ഐ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇത് കംപ്ലീറ്റ് എടുക്കുകയൊന്നും വേണ്ട, നമ്മൾ റിയൽ പാർട്ട് മാത്രം എടുത്താൽ മതി. റിയൽ പാർട്ട് ഈക്വൽ ടു 0 അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. കോംപ്ലക്സ് നമ്പർ കംപ്ലീറ്റ് സിംപ്ലിഫൈ ചെയ്യണ്ട. ഡിനോമിനേറ്റർ വരുന്നത് ആൽഫ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അതിന് വലിയ റോളൊന്നുമില്ല. ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ അതങ്ങ് 0 ആയി പോയിക്കോളും. ന്യൂമറേറ്റർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുതേ. ഇത് 2 ആണ് കേട്ടോ, 2 മറ്റേത് ആൽഫയുമാണ്. അപ്പോൾ റിയൽ പാർട്ട് മാത്രം പറയൂ. 2 ഇൻറ്റു ആൽഫ ചെയ്യുമ്പോൾ 2 ആൽഫ റിയൽ പാർട്ടാണ്. ഐ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറയുന്നത് റിയൽ പാർട്ടാണ്. അപ്പോൾ പ്ലസ് ആൽഫ വരും. ഓക്കെ, ക്ലിയർ. 2 ആൽഫ വരും. ഐ ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് വരും. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. പ്ലസ് ആൽഫ വരും. ദാറ്റ് ഇംപ്ലൈസ് 3 ആൽഫ ഈക്വൽ ടു 0. 3 ആൽഫ 0 ആണെങ്കിൽ ആൽഫ ബിക്കം 0. ഓപ്ഷൻ ഇ കിട്ടും. ഓപ്ഷൻ ഇ. എപ്പോഴും കോംപ്ലക്സ് നമ്പറിൽ പ്യുവർലി ഇമാജിനറി എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് 0, പ്യുവർലി റിയൽ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് 0.
അത് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോംപ്ലക്സ് നമ്പർ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തിക്കണം. എ പ്ലസ് ഐ ബി ഫോം, അതാണ് സ്റ്റാൻഡേർഡ് ഫോം. അതെങ്ങനെ എത്താം? ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യൂ. എന്താ കോഞ്ചുഗേറ്റ്? എ പ്ലസ് ഐ ബി ആണെങ്കിൽ എ മൈനസ് ഐ ബി എന്ന് എടുക്കണം, എ മൈനസ് ഐ ബി ആണെങ്കിൽ എ പ്ലസ് ഐ ബി എന്ന് എടുക്കണം. ഇമാജിനറി പാർട്ടിൻ്റെ മാത്രം സൈൻ ചേഞ്ച് ചെയ്യുക. ചേഞ്ച് ദ സൈൻ ഓഫ് ഇമാജിനറി പാർട്ട് ഒള്ളി. ചേഞ്ച് ദ സൈൻ ഓഫ് ഇമാജിനറി പാർട്ട് ഒള്ളി. ഓക്കെ. അടുത്തത്, the center of a square is at origin of the complex plane. എന്തായി കോംപ്ലക്സ് പ്ലെയിൻ അഥവാ ആർഗൻ പ്ലെയിൻ ഓർ ഗോസിയൻ പ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്ലെയിനിൽ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാട്ടോ ഇങ്ങനെയൊക്കെ ആർഗൻ പ്ലെയിൻ എന്നൊക്കെ വിളിക്കുന്നു. എ സെന്റർ ഓഫ് എ സ്ക്വയർ ഇസ് അറ്റ് ഒറിജിൻ ഓഫ് എ കോംപ്ലക്സ് പ്ലെയിൻ if one of the vertices it at -3i. സ്ക്വയറിന്റെ ഒരു വെർട്ടീസസ് എന്ന് പറയുന്നത് -3 ആണ്, 0,-3. പിന്നെ ഒരു കാര്യം തന്നിട്ടുണ്ട്, അതിന്റെ സെന്റർ ഒറിജിനിലായിരിക്കും. അപ്പൊ അതെ ആ സ്ക്വയർ ഇങ്ങനെ വരും, സ്ക്വയർ ആവണ്ടേ. അപ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 3,0 വരും. ഇത് എത്രയായിരിക്കും? ഇത് 0,3 വരും. ഇതോ this become -3,0 വരും. ഇതൊന്നും മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സെന്റർ ഒറിജിൻ വരുന്നു, ഒരു വെർട്ടെക്സ് തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഈ സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും? 3√2 ആയിരിക്കില്ലേ? ഒന്നെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുന്നു. റൂട്ട് ഓഫ് ഇതിന്റെ ഒന്നുകിൽ ഡിസ്റ്റൻസ് ഫോർമുല, അല്ലെങ്കിൽ ഇത് 3 പൈതഗോറസ് തിയറം, അല്ലെങ്കിൽ √9 + 9 വരും. ദാറ്റ് ഈസ് 3√2 എന്ന് കിട്ടും. ഇതാണ് സൈഡിന്റെ ലെങ്ത്. അപ്പൊ ഏരിയ എന്തായിരിക്കും? 3√2 the whole square. 3√2 the whole square. സൈഡിന്റെ ലെങ്ത് a ആണെങ്കിൽ, if a is the length of the side, then area is 9 × 2 18. Option C is correct. Option C is correct. Area is 9 × 2 18. Next question. The modulus of a complex number. മോഡുലസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും മോഡുലസ് എടുക്കാം നമുക്ക്. മോഡുലസിനകത്ത് മോഡ് ഓഫ് Z1 ഇൻറ്റു Z2 എന്ന് പറഞ്ഞാൽ എക്സെട്ര എത്ര എണ്ണം വന്നാലും കുഴപ്പമില്ല, സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് എടുക്കാമെന്ന പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ വന്നാലും ഒരു പ്രശ്നമില്ല, നമുക്കതിനെ സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് എടുക്കാം. ഓക്കെ. അപ്പോൾ ആ പ്രോപ്പർട്ടി നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ മോഡുലസ് എടുക്കാൻ അവർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോന്നിൻ്റെ സെപ്പറേറ്റ് മോഡുലസ് എടുക്കാം. മോഡ് 1 + i. പിന്നെ മറ്റൊരു റിസൾട്ടോടെ നമ്മൾ നേരത്തെ എഴുതിയിരുന്നു, അതെന്താണ്? മോഡ് Z⁻n എന്ന് പറഞ്ഞാൽ മോഡ് Z the whole raised to n എന്ന് എഴുതാം അല്ലേ? മോഡ് ഓഫ് Z⁻n എന്ന് പറഞ്ഞാൽ മോഡ് Z the whole raised to n എന്ന് എഴുതാം. ഈ പവർ പുറത്ത് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ ഹോൾ റേസ് ടു 10 എന്നിടാം, ഇൻറ്റു ഇതോ 2 - i the whole raised to 6 എന്നിടാം. താഴെയോ മോഡ് 2i - 4 the whole raised to 4 എന്നും കൊടുക്കാം. which is equal to 1 + iയുടെ മോഡുലസ് എന്ത് കിട്ടും? √2 വരില്ലേ? √1² + 1² raised to 10 വരും, ഇൻറ്റു ഇതോ √4 + 1 whole raised to 6 വരും. താഴെയോ √4 + 16 a² + b². സ്ക്വയർ വരുന്നത് കൊണ്ട് നെഗറ്റീവ് സിമ്പിൾ ഒന്നും പ്രശ്നമില്ല കേട്ടോ. a² + b², which is equal to ഇത് √2 എന്ന് പറഞ്ഞാൽ 2⁻² എന്ന് വരും. അപ്പോൾ 2⁻² the whole raised to 10 എന്ന് പറഞ്ഞാൽ 2⁵ വരും. ഏതാ റിസൾട്ട്? a⁻m the whole raised to n is equal to a⁻m × n. a⁻m the whole raised to n equal to a⁻m × n. അപ്പോൾ 2⁵ വരും, ഇൻറ്റു ഇതോ ഇത് 5�3 വരും. 5⁻² the whole raised to 6 എന്ന് പറഞ്ഞാൽ 5�3
ഇത് 20 സ്ക്വയറും വരും. ശരിയല്ലേ? 20 റൈസ് ടു 1/2 വരും. 1/2 4 വരുമ്പോൾ അതും കട്ടായി. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. 2 റൈസ് ടു 5 ഉണ്ട്. 5 ക്യൂബ് ബൈ താഴെ 20 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 20യെ നമുക്ക് 4 ഇൻറ്റു 5 എന്ന് എഴുതാൻ പാടില്ലേ? 4 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 5 എന്ന് എഴുതാൻ പാടില്ലേ? യെസ്. ഇനി അതിൻ്റെ സ്ക്വയർ എടുക്കൂ. ഇതിൻ്റെ സ്ക്വയർ എടുക്കൂ. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 സ്ക്വയർ ദി ഹോൾ സ്ക്വയർ 2 റൈസ് ടു 4 വരും. അടുത്തതോ 5 സ്ക്വയർ വരും. ഇപ്പം എന്ത് സംഭവിക്കും? ഇതെല്ലാം കട്ട് ചെയ്ത് പോയിട്ട് ന്യൂമറേറ്റർ 2 ഇൻറ്റു 5 വരും. 2 റൈസ് ടു 5ഉം 2 റൈസ് ടു 4ഉം കട്ട് ചെയ്ത് പോയി ഒരു 2 വരും. 5 ക്യൂബും 5 സ്ക്വയറും കട്ട് ചെയ്ത് പോയി ഒരു 5 കിട്ടും. ആൻസർ 2 ഇൻറ്റു 5 10. ആൻസർ 2 ഇൻറ്റു 5 10. മനസ്സിലായോ? സെക്കൻഡ് ഓപ്ഷൻ വരും. മോഡുലസ് കാണുന്നു. 2-3 കാര്യങ്ങൾ ഓർക്കുക. മോഡുലസിൽ പ്ലസോ മൈനസോ വന്നാൽ ഇത് പറ്റില്ല കേട്ടോ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാലിറ്റി വരും. കീമയൊന്നും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ജയിലവരൊക്കെ വരുന്നുള്ളൂ. ഇൻറ്റു വരുമ്പോഴും ഡിവൈഡഡ് ബൈ വരുമ്പോഴും മോഡുലസ് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെഴുതുന്നതിന് ഒരു പ്രശ്നവുമില്ല. പ്ലസോ മൈനസോ വരുന്നാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള റിസൾട്ടാണ് വരുന്നത്. അത് ചില പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രമേ ഈക്വൽ ആവുകയുള്ളൂ. ഓക്കെ. പിന്നെ ഈ റിസൾട്ട് കണ്ടോ, ചില റിസൾട്ടുകൾ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് ഓർത്തിരിക്കും. അടുത്തത്, ഇഫ് ദ കോംപ്ലക്സ് നമ്പർ 2 + i ബൈ ലാംഡ പ്ലസ് ഐ ലൈ ഓൺ ദ ലൈൻ y ഈക്വൽ ടു എക്സ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. എന്തായി y ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ, y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആണെന്നേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, y ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എന്തായാലും കോംപ്ലക്സ് നമ്പറിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ എന്ത് കിട്ടും? ലാംഡ സ്ക്വയർ പ്ലസ് 1 കിട്ടും അല്ലേ? ലാംഡ സ്ക്വയർ പ്ലസ് 1 കിട്ടും. ന്യൂമറേറ്ററോ? ന്യൂമറേറ്റർ 2 ലാംഡ എന്ന് പറഞ്ഞ റിയൽ പാർട്ട് കിട്ടും. i ഇൻറ്റു ഐ സ്ക്വയർ മൈനസ് 1 എന്ന് പറഞ്ഞ റിയൽ പാർട്ട് കിട്ടും. അപ്പോൾ അത് 2 ലാംഡ പ്ലസ് 1 കിട്ടി. ഇനി ഇമാജിനറി പാർട്ടോ ലാംഡ ഇൻറ്റു ഐ വരും. പിന്നെ അതുപോലെ തന്നെ 2 ഇൻറ്റു ഐയും വരും. അപ്പോൾ പ്ലസ് ലാംഡ മൈനസ് 2 ഇൻറ്റു ഐ വരും. ഇതാണ് ഇമാജിനറി പാർട്ട്. ഇതാണ് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എഴുതി കഴിഞ്ഞാൽ 2 ലാംഡ പ്ലസ് 1 ബൈ ലാംഡ സ്ക്വയർ പ്ലസ് 1 ഇതാണ് റിയൽ പാർട്ട്. പ്ലസ് ഐ ഇൻറ്റു ലാംഡ മൈനസ് 2 ബൈ ലാംഡ സ്ക്വയർ പ്ലസ് 1 ഇതാണ് ഇമാജിനറി പാർട്ട്. ഇത് റിയൽ, അത് ഇമാജിനറി. y ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ രണ്ടും ഈക്വൽ ആവും. y ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ റിയലും ഇമാജിനറിയും ഈക്വൽ ആവും. കോംപ്ലക്സ് നമ്പറിന് സാധാരണ നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ ഇമാജിനറി പാർട്ട് y ആക്സിസിലും റിയൽ പാർട്ട് x ആക്സിസിലും എടുക്കും. എക്സും y ഈക്വലാന്ന് പറഞ്ഞാൽ എക്സും വൈയും ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഈക്വൽ ആണ്. ഇത് കട്ട് ചെയ്ത് പോകുന്നു. ദെൻ ലാംഡ ഈക്വൽ ടു -3 കിട്ടും. ഓപ്ഷൻ ബി. ഇത് ഇക്വേറ്റ് ചെയ്യുന്നതാട്ടോ. 2 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു ലാംഡ മൈനസ് 2 എന്ന് വരും. ലാംഡ ഇത് കട്ടായി പോയി എന്നിരിക്കട്ടെ. ഇത് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ലാംഡ ഈക്വൽ ടു ഈ 1 റൈറ്റിലേക്ക് പോകുന്നു, -3 എന്ന് കിട്ടും. ഓപ്ഷൻ ബോക്സ്. z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അതിനകത്ത് y ഗ്രേറ്റർ ദാൻ 0 ആണ്. z പ്ലസ് z ബാർ 6 ആണെന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നു, മതി. z പ്ലസ് z ബാർ എന്ന് പറഞ്ഞാൽ 2x വരും, ദാറ്റ് ഈസ് 6. അതെങ്ങനെയാണ് കിട്ടിയത്? z പ്ലസ് z ബാർ അറിയില്ലേ? z എന്ന് പറയുന്നത് x പ്ലസ് ഐ വൈ, z ബാർ എന്ന് പറഞ്ഞാൽ x മൈനസ് ഐ വൈ. ഐ വൈ കട്ട് ചെയ്ത് പോകുന്നു. 2x ഈക്വൽ ടു 6 എന്ന് കിട്ടുന്നു. x ഈക്വൽ ടു 3 എന്ന് ലഭിക്കുന്നു. ഇനി മോഡ് z
പ്ലസ് മോഡ് ഇസഡ് ബാർ. ഇസഡിൻ്റെയും ഇസഡ് ബാറിൻ്റെയും മോഡുലസ് എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ. മോഡുലസ് ഓഫ് ഇസഡ്, മോഡുലസ് ഓഫ് ഇസഡ് ബാർ, മോഡുലസ് ഓഫ് മൈനസ് ഇസഡ്, ഇതെല്ലാം സെയിം ആയിരിക്കും. മോഡുലസ് ഓഫ് ഇസഡ്, ഇസഡ് ബാർ, മോഡുലസ് ഓഫ് മൈനസ് ഇസഡ്, ഇതെല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 2 ഇൻറ്റു മോഡ് ഇസഡ് ഈക്വൽ ടു 10 എന്ന് വളരെ പെട്ടെന്ന് എഴുതാം. കാരണം ഇത് രണ്ട് സെയിം ആണ്. അപ്പോൾ മോഡ് ഇസഡ് എന്താണ്? മോഡ് ഇസഡ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അത് 5 എന്ന് എഴുതാം. എങ്ങനെ കിട്ടി? ഈ 2 റൈറ്റിലേക്ക് പോയാൽ 10/2 5 കിട്ടി. എക്സ് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് 3 ആണ്. അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 9 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 25 കിട്ടി. എങ്ങനെയാണ് 25 കിട്ടുക? രണ്ട് സൈഡ് സ്ക്വയർ ചെയ്തു. ഇവിടെ നിന്ന് റൂട്ട് പോയി, ഇവിടെ 25 കിട്ടി. വൈ സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടി. വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 വരും. ബട്ട് ക്വസ്റ്റ്യനിൽ അവർ കൃത്യമായി പറയുന്നു വൈ പോസിറ്റീവ് ആണെന്ന്. അപ്പോൾ വൈ ഈക്വൽ ടു 4 എടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കോംപ്ലക്സ് നമ്പർ എന്ത് വരും? 3 + 4i. ഓക്കെ, വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4 വരും. പക്ഷെ അവർ ക്വസ്റ്റ്യനിൽ കൃത്യമായി പറയുന്നു വൈ പോസിറ്റീവ് ആണ്. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 3 + 4i, ഓപ്ഷൻ ഡി കിട്ടും. ഫോർത്ത് ഓപ്ഷൻ 3 + 4i, ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, ഈ റിസൾട്ടുകളൊന്ന് ഓർത്തിരിക്കുക. ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഈക്വൽ ടു 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇസഡ് പ്ലസ് ഇസഡ് ബാർ ഈക്വൽ ടു 2 ഇൻറ്റു റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇസഡ് മൈനസ് ഇസഡ് ബാർ ഈക്വൽ ടു 2i ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. 2i ഇൻറ്റു ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ്. അടുത്ത ക്വസ്റ്റ്യൻ. If the complex number 2 + i is rotated through an angle 90 degree in anti-clockwise direction above the origin in the complex plane, then resulting. അതായത് ഇപ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്നിരിക്കട്ടെ, ഇസഡ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സ് നമ്പറിനെ തീറ്റ ആംഗിളിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഇവിടെ വരും. തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്താൽ ഈ കോംപ്ലക്സ് നമ്പർ ഇസഡ് ഇൻറ്റു e⁻i തീറ്റ എന്ന് എഴുതും. ഇതിനെ e⁻i തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ വരും. അതേ തീറ്റ ആംഗിളിൽ നിങ്ങൾ താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അതായത് e⁻i തീറ്റ എന്ന് എഴുതും. ഏത്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇത് ക്ലോക്ക് വൈസ് e⁻i തീറ്റ, ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് e⁻i തീറ്റ. ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ e⁻i തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ വരും. അത്രയും ഓർത്താൽ മതി നിങ്ങളിപ്പോൾ തൽക്കാലം. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും മാറില്ല കേട്ടോ. മാഗ്നിറ്റ്യൂഡ് മാറ്റണമെങ്കിൽ അതിന് വേറെ കൺസെപ്റ്റ് ഉണ്ട്. 2 + i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ അവരെത്ര റൊട്ടേറ്റ് ചെയ്തത്? e⁻i⁴/2 90 ആണ് റൊട്ടേറ്റ് ചെയ്തത്. 90 ആണ് റൊട്ടേറ്റ് ചെയ്തത്. യൂളേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞ റിസൾട്ട് ഉണ്ട്. e⁻i തീറ്റ ഈക്വൽ ടു cos തീറ്റ പ്ലസ് i sin തീറ്റ. യൂളേഴ്സ് നൊട്ടേഷൻ e⁻i തീറ്റ ഈക്വൽ ടു cos തീറ്റ പ്ലസ് i sin തീറ്റ. അപ്പോൾ ഇവിടെ e⁻i⁴/2 ആണ്, which is cos π/2 plus i sin π/2. That is 0 plus i എന്ന് വരും. cos π/2 0, sin π/2 1. സോ ഇതിൻ്റെ ആംഗിൾ എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 2i - 1 കിട്ടും. 0 plus i 2i - 1 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി കിട്ടും. 2i - 1, ഓപ്ഷൻ സി. If the complex number 2 + i into x plus 1 - i into y plus 2i - 3 are equal. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ, if two complex numbers a1 plus ib1 equal to a2 plus ib2, രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ their corresponding real part equal.
and imaginary part equal. If two complex numbers are equal, then their corresponding real part equal and also their imaginary parts are equal. അപ്പോൾ ഇവിടെ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതാം. 2x + y - 3 ഇത്രയാണ് റിയൽ, അതായത് ഐ ഇല്ലാത്ത ടേം പ്ലസ് ഐ വരുന്ന ടേമുകൾ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ പ്ലസ് 2 സീക്വൽ ടു ഈ കോംപ്ലക്സ് നമ്പറിൽ റിയൽ എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം കേട്ടോ. എക്സ് മൈനസ് വൈ പ്ലസ് 1 പ്ലസ് ഇമാജിനറി എന്ന് പറയുന്നത് 2y പ്ലസ് 1 2y പ്ലസ് 1. ഓക്കെ, ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുക. 2x + y - 3 = x - y പ്ലസ് 1. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? എക്സ് പ്ലസ് 2y = 4. ഒരു ഇക്വേഷൻ കിട്ടി. എക്സ് പ്ലസ് 2y = 4. ഇനി വേണമെങ്കിൽ ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സാറ്റിസ്ഫൈ ചെയ്ത് നോക്കിയാലും മതി. അടുത്ത ഇക്വേഷൻ ഇത് റിയൽ ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാട്ടോ. ലെഫ്റ്റിലെ റിയലും റൈറ്റിലെ റിയലും. ഇനി ഇമാജിനറി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് മൈനസ് വൈ പ്ലസ് 2 ഐയുടെ കൂടെ നിൽക്കുന്നതാണ് ഇമാജിനറി = 2y പ്ലസ് 1. എക്സ് = 3y മൈനസ് 1. എക്സ് = 3y മൈനസ് 1. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ ഈ എക്സ് = 3y മൈനസ് 1 എടുത്ത് ഇവിടെ കൊടുത്താലും അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്ത് എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എക്സ് = 3y മൈനസ് 1 ഇവിടെ കൊടുക്കൂ. അപ്പോൾ 3y മൈനസ് 1 പ്ലസ് 2y = 4. 5y = 5. y = 1. y = 1 വരുമ്പോൾ x = 2. അപ്പോൾ x 2 y 1 ഓപ്ഷൻ E കിട്ടും. എലഫന്റ്. Two complex numbers are equal, then their corresponding real part and also imaginary part ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. വളരെ പ്രധാനപ്പെട്ട റിസൾട്ട്. If two complex numbers are equal, then their corresponding real part and imaginary parts are equal. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എക്സ് പ്ലസ് ഐ വൈ കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കൂ കേട്ടോ, ഇത് x² + y² ആയിരുന്നുവെങ്കിൽ മോഡുലസ് എടുത്താൽ മതി. x² + y² ആയിരുന്നുവെങ്കിൽ മോഡുലസ് എടുത്താൽ മതി. ഇവിടെ അങ്ങനെയല്ല, അതുകൊണ്ട് നമുക്ക് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 + 4i by 5 - 12i into 5 + 12i. 5 + 12i കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഡിനോമിനേറ്റർ നേരത്തെ പറഞ്ഞതുപോലെ a² + b², 5 + 12. ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 5 15, അത് റിയൽ ആണ്. 4i × 12i -48 വരും. മൈനസ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ i² വന്നതാട്ടോ. പ്ലസ് ഐയുടെ ടൈം 5 × 4 20 വരും. 12 × 3 36 കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ -33. ശരിയല്ലേ? 48 38 33 by 169. 144 + 25 plus 56 by 169 minus 33 by 169 plus 56 by 169. I ഉണ്ട് കേട്ടോ. എക്സും വൈ എന്താണ്? ദിസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 169 കോമൺ ആയിട്ട് എടുക്കാം. -33 പ്ലസ്
56 മൈനസ് 33 പ്ലസ് 56 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 23 വരും അല്ലേ? 23 തെറ്റിയോ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫൈവ് ഇൻറ്റു 420 36 56 കിട്ടുന്നു. ദെൻ നമുക്ക് കിട്ടിയ ആൻസർ വെച്ച് 33 43 53 23 by 169 23 by 169 ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. 23 by ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയ ആൻസർ 23 by 169. ഓപ്ഷൻ എ കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ കറക്റ്റ് ആണ്, തെറ്റില്ല. കാൽക്കുലേഷനിൽ എറർ ഓർമ്മ ചെറിയ സംശയം തോന്നി, അതാണ് നോക്കിയത്. ഇല്ല, ഓപ്ഷൻ എ തന്നെയാണ്, കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ മോഡ് ഓഫ് ഇസഡ് മൈനസ് 5y ബൈ ഇസഡ് പ്ലസ് 5y ഈക്വൽ ടു 1. ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഇത് നമുക്ക് മോഡുലസ് സെപ്പറേറ്റ് ചെയ്തിട്ട് മോഡ് ഇസഡ് മൈനസ് 5y ഈക്വൽ ടു മോഡ് ഇസഡ് പ്ലസ് 5y, മോഡ് ഇസഡ് മൈനസ് 5y ഈക്വൽ ടു ഇത് മോഡ് ഓഫ് Z1 ബൈ Z2 എന്ന് പറഞ്ഞാൽ മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് എഴുതാം. എന്നിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി ഇത് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കിതൊരു നമ്പർ ലൈൻ വരച്ചിട്ട് ഒരു കോംപ്ലക്സ് നമ്പർ 5i മറ്റത് -5i, അപ്പോൾ ഇത് 0,5 എന്നും ഇത് 0,-5 എന്നും. ഓക്കെ, ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. മോഡ് ഇസഡ് മൈനസ് Z1 ഈക്വൽ ടു മോഡ് ഇസഡ് മൈനസ് Z2 ആണെങ്കിൽ Z is the perpendicular bisector of a line joining Z1 and Z2. I repeat, mod of Z minus Z1 equal to mod of Z minus Z2 ആണെങ്കിൽ locus of Z ഇത് Z1 ഇത് Z2. ലോക്കസ് ഓഫ് Z എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ലൈൻ ജോയിനിങ് Z1 ആൻഡ് Z2. Z1ഉം Z2ഉം ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് Z. Z is what? Z is a perpendicular bisector of a line joining Z1 and Z2. അപ്പോൾ ഇവിടെ നിങ്ങൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതേ കൺസെപ്റ്റ് ഇത് Z1 എന്നും ഇത് Z2 എന്നും എടുത്താൽ ഇതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് ഈ എക്സ് ആക്സിസ് ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിരിക്കണം. കറക്റ്റ് ബൈസെക്ടർ എന്ന് പറയുമ്പോൾ ഒറിജിനിലൂടെ കടന്നു പോകുന്നതായിരിക്കും. എക്സ് ആക്സിസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട്. y കോർഡിനേറ്റ് മീൻസ് ഇമാജിനറി പാർട്ട്. സോ ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. ഇമാജിനറി പാർട്ട് 0 ആയിരിക്കും. ഇതൊരു മെത്തേഡ്. ഇത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതറിയില്ലെങ്കിൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യേണ്ട. ഇസഡിന് പകരം എക്സ് പ്ലസ് IY എന്ന് കൊടുക്കുക. അതിവിടെ കൊടുത്താൽ മോഡ് ഓഫ് എക്സ് പ്ലസ് I ഇൻറ്റു y മൈനസ് 5 എന്ന് എഴുതാം. ഈക്വൽ ടു മോഡ് ഓഫ് എക്സ് പ്ലസ് I ഇൻറ്റു y പ്ലസ് 5 എന്നും എഴുതാം. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. അപ്പോൾ ആ റൂട്ട് അങ്ങ് പൊക്കോളും. ദെൻ മോഡുലസ് കാണുക എങ്ങനെയാണ്? എക്സ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. y സ്ക്വയർ മൈനസ് 10y പ്ലസ് 25. ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് 10y പ്ലസ് 25. x square, y square cancelled. 25 cancel. ഇത് റൈറ്റിലേക്ക് പോയാൽ 0 is equal to 20y. That implies y is equal to 0. Z equal to x plus y എന്നല്ലേ IY എന്നല്ലേ എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇതിന് ഇമാജിനറി പാർട്ട് എന്താണ് y? z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എടുത്തിരിക്കുന്നത്. ഇമാജിനറി പാർട്ട് y ഈക്വൽ ടു 0 കിട്ടുന്നു. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, z1 ആൻഡ് z2 ആർ ടു കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് മോഡ് z1 1 ആൻഡ് ദേ ഗിവ് എ കൺസെപ്റ്റ്. മോഡ് z1 1 നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. മോഡ് z1 1 ആണ്. ഇപ്പം എന്തെഴുതാം? മോഡ് z1 സ്ക്വയറും 1 തന്നെയാണ്. ഇപ്പം എന്തെഴുതാം? z1 ഇൻറ്റു z1 ബാർ 1. ഓക്കെ, z1 ഇൻറ്റു z1 ബാർ 1 എന്ന് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ z1 ബൈ z2 ബൈ ഈ 1ന് പകരം z1 ഇൻറ്റു z1 ബാർ മൈനസ് z1 ഇൻറ്റു z2 ബാർ എന്നെഴുതി. ഓക്കെ, ഡിനോമിനേറ്റർ 1ന് പകരം z1 ഇൻറ്റു z1 ബാർ മൈനസ് z1 ഇൻറ്റു z2 ബാർ എന്നെഴുതുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ്, z1 മൈനസ് z2 ബൈ ഡിനോമിനേറ്ററിൽ നിന്ന് z1 ഔട്ട്സൈഡ് എടുത്താൽ z1 ബാർ മൈനസ് z2 ബാർ എന്നെഴുതി. z1 ബാർ മൈനസ് z2 ബാർ എന്നെഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് മോഡുലസ് സെപ്പറേറ്റ് ചെയ്യാം. മോഡ് ഓഫ് z1 മൈനസ് z2 ബൈ മോഡ് z1 ഇൻറ്റു മോഡ് ഓഫ് z1 മൈനസ് z2 ദ ഹോൾ ബാർ എന്നിട്ടാലും കുഴപ്പമില്ല, മോഡുലസ് വരുന്നത് കൊണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ടതാണ്, ഇത് മോഡുലസ് സെപ്പറേറ്റ് ചെയ്തു. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇൻറ്റുവിനൊക്കെ വേണ്ടി സെപ്പറേറ്റ് ചെയ്തു. ഇനി വീണ്ടും മോഡ് ഓഫ് ഇസഡും മോഡ് ഓഫ് ഇസഡ് ബാർ സെയിം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. 1 ബൈ മോഡ് ഇസഡ് വരും. മോഡ് ഇസഡ് 1 ആണ്. അപ്പോൾ 1 ബൈ 1 കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. മോഡുലസിൻ്റെ ആ പ്രോപ്പർട്ടീസ് ഒന്ന് ശരിക്കും പഠിച്ചോളൂ. NCERT-യിലുള്ള പ്രോപ്പർട്ടിയാണ് പലതും. ഇല്ലാത്തത് എൻട്രൻസിൻ്റെ ഏതെങ്കിലും മെറ്റീരിയൽ നോക്കുമ്പോൾ അത് അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, ചില പ്രോപ്പർട്ടി വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യേണ്ടാവും. ഓക്കെ, അടുത്തത് z ബി എ കോംപ്ലക്സ് നമ്പർ മോഡ് z പ്ലസ് 16 ഈക്വൽ ടു 4 ഇൻറ്റു മോഡ് z പ്ലസ് 1 ദെൻ മോഡ് z. ഇതുപോലെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചെയ്യാൻ വേണമെങ്കിൽ z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് കൊടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും? മോഡുലസ് എക്സ് പ്ലസ് 16 പ്ലസ് ഐ വൈ ഈക്വൽ ടു 4 ഇൻറ്റു മോഡുലസ് എക്സ് പ്ലസ് 1 പ്ലസ് ഐ വൈ ഓക്കെ, which is root of x plus 16 the whole square plus y square equal to 4 into root of x plus 1 the whole square plus y square. Okay. രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് അങ്ങ് പൊക്കോളും. എക്സ് സ്ക്വയർ പ്ലസ് 32x പ്ലസ് 256 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ എടുക്കൂട്ടോ. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ 16x സ്ക്വയർ പ്ലസ് 16 ഇൻറ്റു 2 32x പ്ലസ് 16 പ്ലസ് 16y സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതെല്ലാം റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 15x സ്ക്വയർ വരും. ഇതപ്പുറത്തേക്ക് ചെല്ലുന്നു. 32x എന്തായാലും കട്ടായി. പിന്നെ ഇത് റൈറ്റിലേക്ക് ചെല്ലുമ്പോൾ 15y സ്ക്വയർ വരും. പിന്നെ 256 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 240 വരും. 240 ശരിയല്ലേ? 240 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമോ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. റിമൈൻഡർ 90 വരും. 90 എന്ന് പറയുമ്പോൾ 16 വരുമല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്?
ഏത് ഓപ്ഷൻ നോക്കൂ? മോഡ് ഇസഡ്. മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 16 ആണ്. അതുകൂടെ കൊടുത്താൽ മോഡ് ഇസഡ് 4. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. മോഡ് ഇസഡ് ഈക്വൽ ടു 4. ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. മോഡ് ഇസഡ് ഈക്വൽ ടു 4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 2z ഈക്വൽ ടു 7 പ്ലസ് ഐ റൂട്ട് 3 ഇസഡിലുള്ള ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് എത്തിക്കോളും. ചെറിയ അറേഞ്ച്മെന്റ് കേട്ടോ. 2z മൈനസ് 7 ഈക്വൽ ടു ഐ റൂട്ട് 3. രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഇംപ്ലൈസ് 4z സ്ക്വയർ മൈനസ് 28z പ്ലസ് 49 ഈക്വൽ ടു മൈനസ് 3. ശരിയല്ലേ? കറക്റ്റ്. മൈനസ് 3. ദാറ്റ് ഇംപ്ലൈസ് 4z സ്ക്വയർ മൈനസ് 28z, ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ അപ്ലൈ ചെയ്യും, പ്ലസ് 52 ഈക്വൽ ടു 0. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ z സ്ക്വയർ മൈനസ് 7z പ്ലസ് 13 ഈക്വൽ ടു 0. z സ്ക്വയർ മൈനസ് 7z. 13 നമുക്ക് എന്ത് എഴുതാം? 9 പ്ലസ് 4 എന്ന് എഴുതാം. 4. സോ നമുക്ക് പ്ലസ് 4 ആണ് ഈക്വൽ ടു മൈനസ് 9. റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഓപ്ഷൻ സി കിട്ടുന്നു. z സ്ക്വയർ മൈനസ് 7z പ്ലസ് 4 ഈക്വൽ ടു മൈനസ് 9. ഷിഫ്റ്റഡ് ടു റൈറ്റ് സൈഡ്. ആൻസർ ഈസ് മൈനസ് 9. ഓക്കെ. നെക്സ്റ്റ് 1 മൈനസ് ഐ ബൈ 1 പ്ലസ് ഐ ഹോൾ റൈസ് ടു 10 ഈക്വൽ ടു എ പ്ലസ് ഐ ബി. ദെൻ എയും ബിയും കണ്ടുപിടിക്കുക. ഇത് സാധാരണ പോലെ തന്നെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുത്താലും മതി. സി 1 മൈനസ് ഐ ബൈ ഡിനോമിനേറ്റർ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ. ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്റർ 1 പ്ലസ് ഐ ആണ്. അതിൻ്റെ കോൺജുഗേറ്റ് വരുന്ന 1 മൈനസ് ഐ. അതുകൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് 2i പ്ലസ് ഐ സ്ക്വയർ ബൈ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 1 ഐ സ്ക്വയർ മൈനസ് 1 ആണ്. 1ഉം മൈനസ് 1ഉം കട്ട് ചെയ്ത് പോയിട്ട് മൈനസ് 2i ബൈ 2 വരും. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഐ വരും. മൈനസ് ഐ ഹോൾ റൈസ് ടു 10 വരും. ദാറ്റ് ബിക്കം ഐ സ്ക്വയർ വരും. അതെങ്ങനെ വന്നു? മൈനസ് ഐ ഹോൾ റൈസ് ടു 10 വരുമ്പോൾ ഹോൾ റൈസ് ടു 10 വരുന്നതുകൊണ്ട് മൈനസ് പോയി. പിന്നെ ഐ റൈസ് ടു 10 ഉണ്ട്. ഐ റൈസ് ടു 10ൽ ഐ റൈസ് ടു 8 വരെ 1 ആയി പോകും. ഐ റൈസ് ടു മൾട്ടിപ്പിൾസ് ഓഫ് 4 1 ആണ്. അപ്പോൾ ഐ റൈസ് ടു 8 വരെ 1 ആകും. ബാക്കി ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ ഇസ് മൈനസ് 1. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയാൽ മൈനസ് 1 പ്ലസ് 0 ഐ. ഐ സ്ക്വയർ ഈസ് മൈനസ് 1 പ്ലസ് 0 ഐ. എ പ്ലസ് ഐ ബി എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോം. സോ എ മൈനസ് 1 ബി 0. എ മൈനസ് 1 ബി 0. ഓക്കെ. എ പ്ലസ് ഐ ബി എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോം. എ ഈക്വൽ ടു മൈനസ് 1 ബി 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. z1 ആൻഡ് z2 ആർ ടു കോംപ്ലക്സ് നമ്പേഴ്സ്. ദെൻ മോഡ് z1 is 1. നമ്മൾ ചെയ്ത സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്തു അല്ലേ? ദെൻ മോഡ് z1 ചെറിയ വ്യത്യാസം. ഇതേ ക്വസ്റ്റ്യൻ ആണോ? സെയിം ക്വസ്റ്റ്യൻ അല്ലേ? z1 ആൻഡ് z2 ആർ ടു കോംപ്ലക്സ് നമ്പേഴ്സ് വിത്ത് മോഡ് z1 1 ആൻഡ് z1 മൈനസ് z2 ഈക്വൽ ബൈ 1 മൈനസ് z1 ഇൻറ്റു z2 ബാർ. സെയിം ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എൻ സി ആർ ടിയിലെ കൺസെപ്റ്റ് എല്ലാം പഠിക്കണം. അതോടൊപ്പം മോഡുലസിൻ്റെ പ്രോപ്പർട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
പൈ സെഡ് ഇൻറ്റു സെഡ് ബാർ ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ്, അത് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന കൺസെപ്റ്റുകൾ ആ ടൈപ്പൊക്കെ ഒന്ന് നോക്കണം. 4 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ 2024 കോംപ്ലക്സ് നമ്പറിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.